എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് പാനിപ്പൂരിയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും ചെയ്യണം. ഓൾ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ എൻ്റെ വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാൻ ഇതിനായിട്ട് വലിയൊരു ഉരുളക്കിഴങ്ങ് പുഴുങ്ങാനായിട്ട് അടപ്പേ വെച്ചിട്ടുണ്ട്. ആച്ചയുടെ പാനിപ്പൂരി കിറ്റാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഒരു ചീനിച്ചട്ടി അടപ്പേ വെച്ച് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കാം. അതൊന്ന് ചൂടായി കഴിയുമ്പോൾ നമ്മുടെ ഈ പൂരി ഇട്ട് കൊടുക്കാം. അപ്പോൾ ആച്ചയുടെ ഈ കിറ്റിനകത്ത് നമുക്ക് 25 പാനിപ്പൂരി ഉണ്ടാക്കാനുള്ള പൂരിയുണ്ട്. അപ്പോൾ നല്ലവണ്ണം ബ്രൗൺ നിറമായിട്ട് നമ്മളിത് എടുക്കാവുള്ളൂ, അല്ലെങ്കിൽ ഇതങ്ങ് ചൊങ്ങിപ്പോവും. അപ്പോൾ തിരിച്ച് അത് തന്നെ തിരിഞ്ഞ് വീണോളൂ. നല്ല ബ്രൗൺ നിറമായിട്ട് എടുക്കാവുള്ളൂ. ബ്രൗൺ നിറമാകുമ്പോൾ നമ്മൾ കോരിയെടുക്കാം. അപ്പോൾ ആച്ചയുടെ മിൻറ്റ് പാനി പൗഡർ എടുത്തിട്ടുണ്ട്. അപ്പം ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഒരു 250 ml വെള്ളം, ഇതെല്ലാം എഴുതിയിട്ടുണ്ട്, എല്ലാ അളവും കാര്യങ്ങളെല്ലാം. നമുക്കിത് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് നമ്മുടെ ഡേറ്റ്സിൻ്റെ ചട്നിയാണ്. ഡേറ്റ്സിൻ്റെ ചട്നി എന്ന് വെച്ചാൽ അതാണെങ്കിൽ ഒന്നും ചെയ്യണം, നമുക്ക് ഇത് ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി. അതിനകത്തൊന്നും ചെയ്യണം. അപ്പോൾ കിഴങ്ങ് പുഴുങ്ങി അങ്ങനെ ഉടച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ പൗഡറുണ്ട്, നമ്മുടെ പാനിപ്പൂരി, അതും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ 2 സവാള പൊടിയായി അരിയിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഞാൻ കുറച്ച് മിക്സർ എടുത്തിട്ടുണ്ട്, കുറച്ച് മല്ലിയില കൂടി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ പൂരിയുടെ ഇതെല്ലാം മാറ്റിയിട്ട് നമുക്കിതിലേക്ക് ഈ ചട്നിയും ഇതെല്ലാം മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ കിറ്റ് നമുക്ക് എല്ലാ സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആണ്. നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. അപ്പോൾ കടയിൽ മേടിക്കുന്നതിനേക്കാൾ നല്ലത് നമുക്ക് വീട്ടിൽ തന്നെ ഇത് കുട്ടികൾക്ക് റെഡിയാക്കി കൊടുക്കാൻ പറ്റുന്നതാണ്. അതാകുമ്പോൾ നമുക്ക് കുറച്ച് ഏറെ കിട്ടും. 25 എണ്ണത്തോളം ഉണ്ട് ഒരു പാക്കറ്റിനകത്ത്. 55 രൂപയാണ് ഈ പാക്കറ്റിന് റേറ്റ് വരുന്നത്. എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഉണ്ട്. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാനും പറ്റും. അന്നേരം ഓരോന്നെയും കിഴങ്ങ് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ആദ്യം തന്നെ ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ ചട്നി, മിൻറ്റ് ചട്നി ഒഴിച്ചു കൊടുക്കാം. പിന്നെ ബാക്കിയെല്ലാം മല്ലിയിലയും നമ്മുടെ മിക്സറും അതും എല്ലാം കൂടെ ചേർത്തിടാം. പിന്നെ വേണമെന്നവരാണെങ്കിൽ കടലയൊക്കെ ഉണ്ടല്ലോ, അത് കൂടെ പുഴിയും കുറിച്ചത്ത ഒന്നുകൂടെ നല്ലതാണ്. ഇപ്പോൾ ഇവിടെ ഞാൻ കടലയൊന്നും എടുത്തിട്ടില്ല, ഇത് ഇത്രയും സാധനങ്ങൾ എടുത്തിട്ടുള്ളൂ. ഇത് വെച്ച് ഇത്രയായാലും മതി. പാനിപ്പൂരി എല്ലാം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യണം, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എൻ്റെ ഈ സിമ്പിളായിട്ടുള്ള റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും മേടിച്ച് ട്രൈ ചെയ്ത് നോക്കണം. സിമ്പിളാണ് ഉണ്ടാക്കാൻ. നമ്മൾ മേടിക്കുന്നത് കൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് റെഡിയാക്കി കുട്ടികൾക്ക് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.